അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചല്ലാത്ത എല്ലാ വാർത്തയും എനിക്കിഷ്ടമാണ്. അതുവരെ അതിനുശേഷവും അജണ്ടകൾ തീരുമാനിച്ചത് മറ്റുള്ളവർ. ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ചാനലിന് സർവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവൻ ചെയ്യുന്ന എല്ലാ വൃത്തികേടിനെയും നമ്മൾ ന്യായീകരിക്കുന്ന ദീപയോടാണ് റജീന വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇത് ഇന്ത്യ വിഷന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്നത് അന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ഭാവിക്ക് കുഞ്ഞാലിക്കുട്ടി അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ലോകം കാണുന്ന പ്രശ്നമില്ല. അപ്പോഴാണ് ഈ ഇത് കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ ബഷീറിനോട് ചോദിക്കുന്നുണ്ട്, ഇത് എവിടെയാണ് സംഭവം? സ്വാഭാവികമായിട്ടും നികേഷിനാണ് അതിന് ഉത്തരവാദിത്തം. പക്ഷെ അന്ന് ഡെസ്കിൽ ഉണ്ടായിരുന്ന ആള് ചന്ദ്രശേഖറും പ്രമോദ്. ആദ്യം പ്രമോദ് എന്നോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. വാർത്ത വന്നതിന് ശേഷം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മുനീർ സാഹിബ് അറിയില്ല. അല്ലാതെ നമ്മൾക്ക് എന്താ പറയുക, വ്യക്തിപരമായിട്ടുള്ളൊരു അജണ്ട ഉണ്ടായിരുന്നില്ല. നമ്മളുടെ അജണ്ട എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. മലയാളത്തിൽ പറഞ്ഞ വൃത്തിയിൽ നടത്തിക്കൊണ്ടുപോകുക. അതെന്താന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഇപ്പോൾ ആൾക്കാർക്ക് അത് കുറച്ചും കൂടി നന്നായി മനസ്സിലാവും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വാർത്തകളിൽ വെള്ളം ചേർക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സത്യസന്ധമായി നിങ്ങൾ കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ. അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് എല്ലാ ഭരണകൂടവും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഏത് വാർത്തയെയും എന്താ പറയാ നിറം ചേർത്തിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് തമസ്കരിച്ചിട്ട് ചില പ്രത്യേക തരം വാർത്തകൾ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്താ പറയുക PR ഏജൻസി ആയിട്ട് ഇത് മാറുക. അപ്പൊ നമ്മൾ ഈ സത്യാനന്തര കാലം എന്ന് പറയുന്ന ഈ കാലത്തിന്റെ എന്തൊക്കെ ദോഷമുണ്ടോ ഈ ദോഷം എല്ലാ കാലത്തുള്ളതാണ്. അത് എന്താ പറയുക, ആൾക്കാരിപ്പോൾ അത് എല്ലാ ജനങ്ങളും എടുത്ത് ഉപയോഗിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ള ആളെ താറടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വാർത്ത ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ അന്ന് എല്ലാ മീഡിയ ഹൗസസും അവരുടേതായ വ്യക്തിപരമായ താല്പര്യമോ ബിസിനസ് താല്പര്യമോ രാഷ്ട്രീയ താല്പര്യമോ മതപരമായ താല്പര്യങ്ങളോ ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ഒരു വാർത്ത അതെല്ലാവരുടെയും കണ്ണിൽ കരടാം. പക്ഷെ അതേ സമയം തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചല്ലാത്ത എല്ലാ വാർത്തയും എനിക്ക് ഇഷ്ടമാണ്. രാജാവ് നഗ്നനാണെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്, രാജാവിനൊഴികെ. അപ്പൊ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ കള്ളനാണെന്നോ അല്ലെങ്കിൽ ഞാൻ അഴിമതി കാണിച്ചു അല്ലെങ്കിൽ ഞാൻ പെൺവാണിഭത്തിൽ പെട്ടു എന്ന് എന്നെപ്പറ്റി പറയുമ്പോൾ മാത്രമേ ഞാൻ ഇന്ത്യ വിഷനെതിരാവുന്നുള്ളൂ. നിങ്ങളെപ്പറ്റി ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ പറയാം അത് ഭയങ്കര ചാനലാണ്, അതെന്താ അവരുടെ ധൈര്യം എന്ന് ഇതൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ വലതുപക്ഷവും ഇന്ത്യ വിഷനെ ഒരുപോലെ എതിർത്തിട്ടുണ്ട്. ഒരുപോലെ എതിർക്കുകയും ഒരുപോലെ അംഗീകരിക്കുകയും ഒരുപോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട സംഭവം VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിക്കപ്പെട്ട ഒരു കാലമുണ്ട്. ഈ VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിക്കപ്പെട്ട സമയത്ത് ഇന്ത്യ വിഷന്റെ ഏതാണ്ട് ഒരു 10 മണിക്കൂർ തുടർച്ചയായിട്ട് ലൈവാണ്, മലമ്പുഴ എത്തുന്നവരെയുള്ള ലൈവ്. അതൊക്കെ ആരും ആ കാലത്ത് ഇപ്പൊ പോലും ആരും ചെയ്യാത്ത തരത്തിലുള്ള ചില ഇടപെടലുകളൊക്കെ നടത്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് വരെയുള്ള വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. അതായത് രാഷ്ട്രീയ പ്രവർത്തനം കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. VS എന്നുള്ള ഒരു വലിയ നേതാവ്, ജനകീയ നേതാവ് അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ പക്ഷത്ത് നിന്നു എന്നുള്ളത്. അതാണ് ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്. അതായത് ഇന്ത്യ വിഷൻ ഉണ്ടായ കാലത്ത് കേരളത്തിന്റെ പൊളിറ്റിക്സ് ജനങ്ങളുടെ അജണ്ടയിലാണ് ഓടിയത്. അതെ അതെ. അതുവരെ അതിനുശേഷവും അജണ്ടകൾ തീരുമാനിച്ചത് മറ്റുള്ളവർ. ഇന്ത്യ വിഷന്റെ കാലത്ത് അതുകൊണ്ടാണ് ഇന്ത്യ വിഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ. പക്ഷെ അതിൻ്റെ ഒരു വല്ലാത്ത ഒരു എന്താ പറയുക വൈകാരികമായിട്ടുള്ള അടുപ്പം ജനങ്ങൾ ഇന്ത്യ വിഷനോട് കാണിച്ചു. ഇന്ത്യ വിഷന്റെ ലോഗോ വെച്ച കാറോ അല്ലെങ്കിൽ വാനോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ബഹുമാനം. എനിക്ക് തന്നെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, ദുബായിൽ രാത്രി 2:30 മണിക്ക് എയർപോർട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ തന്നെ വിളിച്ചു. ഇത് നമുക്കൊരു സ്വാധീനവും ഇല്ലാത്ത അവിടുത്തെ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ പാവപ്പെട്ട ജനം അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ ആ സങ്കടം പറയേണ്ടത് ഇന്ത്യ വിഷനോടാണ് എന്നുള്ളൊരു തോന്നല് ജനപക്ഷത്ത് നിൽക്കുന്നുണ്ടാ.
അപ്പം കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഉള്ള ഒരു ചാനൽ, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ചാനലിന് സർവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇന്ത്യ വിഷൻ എന്താ പറയുക, അല്ലെങ്കിൽ ഇന്ത്യ വിഷൻ്റെ കയ്യിൽ അത്രയും പണം വേണം. അപ്പം നമ്മൾ പണം സ്വരൂപിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പണം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പണത്തെ സംരക്ഷിക്കേണ്ട അജണ്ട നമുക്കുണ്ടാവും. അതെ അതെ അതെ. ഉണ്ടാവും. നമ്മളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണമല്ലോ. അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ സപ്പോർട്ട് തേടിയാൽ മതി. അവര് നമുക്ക് ഇഷ്ടം പോലെ പൈസ തരും. പക്ഷെ നമ്മൾ ആത്യന്തികമായി അവനെ സപ്പോർട്ട് ചെയ്യണ്ടേ? അവൻ ചെയ്യുന്ന എല്ലാ വൃത്തികേടിനെയും നമ്മൾ ന്യായീകരിക്കുകയോ വെള്ളപൂശുകയോ അല്ലെങ്കിൽ കണ്ണടക്കുകയോ ചെയ്യണ്ടേ? രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ചാനലില്ലാത്തത്? ഏറ്റവും ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള CPM നേരിട്ട് നടത്തുന്ന കൈരളി ചാനലിനേക്കാൾ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ആ പാർട്ടിക്കാർ വിശ്വസിച്ചിരുന്നതും ഇന്ത്യാവിഷനാണ്. കോൺഗ്രസ്സുകാർ പിന്നീട് ചാനൽ തുടങ്ങിയിട്ട് പോലും ഇപ്പോഴും ആ ചാനല് അതിങ്ങനെ ഓടിപ്പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു എന്താ പറയുക, ഏത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു ചാനലായിട്ട് ഇന്ത്യ വിഷൻ നിൽക്കുമ്പോൾ ഇന്ത്യ വിഷന് അത് നടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. കാരണം ഇന്ത്യ വിഷനിൽ വന്ന വാർത്തയുടെ പേരിൽ എത്രയോ പരസ്യങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതിൽ ഈ റെജിന കേസ്, യഥാർത്ഥത്തിൽ ഐസ്ക്രീം കേസുമായി വെളിപ്പെടുത്തലുകൾ എന്തെങ്കിലും തരത്തിൽ എങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടില്ല? ഈ ആ വാർത്ത പുറത്തുവിടാൻ വേണ്ടി യഥാർത്ഥത്തിൽ അന്ന് തീരുമാനിക്കുന്നത് നികേഷ് കുമാർ തന്നെ ആയിരുന്നു. സത്യത്തിൽ റജീന പത്രസമ്മേളനം മീൻസ് ഇത് കാണുന്നത് ഏഷ്യാനെറ്റിലാണ്. ഏഷ്യാനെറ്റിന്റെ ദീപ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറോടാണ്, കോഴിക്കോട് റിപ്പോർട്ടർ, അന്ന് VM ദീപയോടാണ് റജീന തന്റെ വിഷമങ്ങൾ പറയുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. കാരണം ദീപയുമായിട്ട് റജീനക്ക് കുറച്ച് അടുപ്പമുണ്ടായ ഒരു സ്ത്രീ ആയതുകൊണ്ട് റജീന ഇന്ത്യ വിഷനിൽ വന്ന് റജീനന്റെ വീട്ടിൽ പോയതുമല്ല. ഈ പെൺകുട്ടി അവിടെ വരികയും ഈ പറയുന്ന അതൊരു നോമ്പ് കാലത്തായിരുന്നു. എനിക്ക് ആ ഡേ നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ആ സമയത്ത് ഇവരവിടെ ചെല്ലുന്നു, ദീപയെ കാണുന്നു. അപ്പൊ ദീപ പറയാണ് നമുക്ക് എല്ലാ ആൾക്കാരെയും വിളിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാ ചാനലുകാരുടെയും മുന്നിൽ നിന്ന് റജീന കാര്യങ്ങൾ പറയുന്നു. ഇന്ത്യ വിഷൻ മാത്രമാണ് അന്ന് ലൈവ് ഉള്ളൂ കോഴിക്കോട്. സ്വാഭാവികമായിട്ടും റജീന വെളിപ്പെടുത്തിയ കാര്യം ലൈവായിട്ട് ഇന്ത്യ വിഷനിൽ കാണിക്കുന്നു. അത് ഇന്ത്യ വിഷൻ ക്രിയേറ്റ് ചെയ്തൊരു വാർത്തയല്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിൽ പോലും അതിന്റെ പഴി വരുന്നതിന്റെ പിന്നീട് നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചന. ഇത് ഇന്ത്യ വിഷന്റെ സൃഷ്ടിയാണ് എന്നുള്ള രീതിയിൽ ഇന്ത്യ വിഷനെ തകർക്കാൻ ശ്രമിക്കുന്ന മറ്റു മാധ്യമങ്ങളും ചില നേതാക്കന്മാരും അങ്ങനെ രീതിയിൽ അതിന് പ്രൊപ്പഗൻഡ. മാത്രമല്ല അന്ന് എന്താ പറയുക, ആ സംഭവത്തിൽ ഇത് ഇന്ത്യ വിഷന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്നത് അന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ഭാവിക്ക് കുഞ്ഞാലിക്കുട്ടിക്ക് അനിവാര്യമാണ്. അല്ലാതെ കുഞ്ഞാലിക്കുട്ടി സാഹിബായിട്ട് ഇന്ത്യ വിഷന് യാതൊരു പ്രശ്നമോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഇതില്ല. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ വാർത്തയാണ്, നമ്മൾ എവിടെയാണോ വാർത്ത ഉണ്ടാവുന്നത് വാർത്ത തരുന്ന ആൾക്കാരോട് നന്നാക്കും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ നമ്മളതിൽ ലൈവായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. നമുക്ക് ശാശ്വതമായ ഒരു മിത്രമോ അല്ലെങ്കിൽ ശാശ്വതമായ ശത്രുതയോ ഒന്നും ആരോടും ഉണ്ടായിട്ടില്ല. മാത്രല്ല എന്താ പറയാ, ഈ സംഭവം നടക്കുന്നത് നോമ്പിനാണ്. അപ്പൊ ഞാൻ വീട്ടില് നോമ്പ് തുറക്കാൻ ചെന്നപ്പം അന്ന് വെച്ചാൽ ഏത് സമയത്ത് ഞാൻ ഇന്ത്യ വിഷൻ കണ്ടുകൊണ്ടിരിക്കും. കാരണം അത് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വിഷൻ അന്ന് കേരളത്തില് സ്വന്തമായി അപ്ലിംഗ് സെന്റർ ഉള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യ വിഷൻ. ഇന്ത്യ വിഷന്റെ വാർത്ത അല്ലെങ്കിൽ ഇന്ത്യ വിഷന്റെ സ്റ്റുഡിയോയിൽ നിന്ന് തൊട്ടടുത്ത മുറിയിൽ നിന്നാണ് ഈ സാധനം ഫാക്ടറിയിലേക്ക് അപ്ലൈ ചെയ്യും. മറ്റു പല സ്ഥലത്തും അങ്ങനല്ല. അപ്പൊ ഈ അപ്ലിംഗ് സെന്റർ ഉള്ളത് കാരണം തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അതൊരു വലിയ ബാധ്യത ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഈ എന്താ പറയുക, കൊച്ചി പരിസരത്ത് എന്ത്
പിന്നെ സിഗ്നൽ വന്നാലും എന്ത് പിന്നെ സംഭവം വന്നാലും ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെയാണ് ആദ്യം ഈ സംവിധാനം ഉള്ളത് ഈ സംവിധാനമുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു സാധനം ഡയറക്റ്റ് ആയിട്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലിങ്ക് ചെയ്യാം. അപ്പൊ ആ റൂം തുറന്നിട്ടാണ് കിടക്കുന്നത്. മനസ്സിലായില്ല? കാരണം നമ്മൾ ലൈവ് ന്യൂസ് റൂം ആയതുകൊണ്ട് അത് അടച്ചിട്ട് പോകാനൊന്നും പറ്റില്ല. ആളുകൾ കയറും, ടെക്നീഷ്യന്മാർ എപ്പോഴും ഉണ്ട്. ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ലോകം കാണുന്ന പ്രശ്നമില്ല അവിടെ എന്താണെന്നാലും. അപ്പൊ അത്രയും ഇതുണ്ട്. അപ്പൊ ഈ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ എന്താ പറയുക ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു തരുത്. ഇപ്പൊ കൊച്ചിയിൽ ഏതെങ്കിലും ഒരു കപ്പൽ വന്നു കഴിഞ്ഞാല് പിന്നെ അതിൽ നിന്ന് വരുന്ന റേഡിയോ സിഗ്നൽസ് ഒക്കെ ഉണ്ടാവും. ഇത് ബാക്കി സാധനങ്ങളെ ഡിസറപ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം അവർ നമ്മളോട് തോന്നുന്നു നിങ്ങൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചെന്നാണ് ആദ്യം ചോദിക്കുന്നത്. ഈ ടെൻഷൻ ഉള്ളത് കാരണം ഞാൻ പിന്നെന്താ പറയുക ഇന്ത്യ വിഷൻ വന്ന പിന്നെ ടെലിപോർട്ടിനുള്ള കാലത്ത് ഞാൻ 24 മണിക്കൂർ ഞാൻ കണ്ണി വെക്കാതെ ഈ സംഗതികൾ എപ്പോഴും ഞാൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കും. എപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. കാരണം അത് ക്രൂഷ്യലാണ്. ഇത് ഇന്ത്യ വിഷൻ അന്ന് ഇത്രയേറെ ശത്രുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ വിഷനെ പൂട്ടിക്കാൻ വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു സാധനം കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഞാനും മുനീർ സാഹിബും ഒക്കെ അകത്തു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വിജിലന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്താ പറയുക ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്ന് ആദ്യം ചെയ്യുന്നത് ടി വി ഓൺ ചെയ്യും. ഞാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ത്യ വിഷൻ പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ ഇത് കാണുന്നത്. അപ്പൊ തന്നെ ഞാൻ ബഷീറിനോട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെയാണ് സംഭവം. അപ്പോൾ ബഷീർ വന്ന് ഏഷ്യാനെറ്റിന്റെ ഓഫീസിലാണ്, ലൈവാണ്, കുഴപ്പം തോന്നിയിട്ടില്ല. പക്ഷെ ആ സമയം അപ്പോൾ പിന്നെ ഞാൻ നോമ്പ് ഓർന്നിട്ട് ഞാൻ ഉടനെ ഓഫീസിലേക്ക് വരുന്നു. ഇപ്പൊ നികേഷ് അന്ന് ഓഫീസിലില്ല. അതുകൊണ്ട് അതാണ് അന്ന് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം നികേഷ് ഇത് അറിഞ്ഞുകൊണ്ടല്ല പോയത്. പക്ഷെ പിന്നീട് ഏറ്റവും കൂടുതൽ നികേഷ് വാഴ്ത്തപ്പെട്ടത് ഈ ഒരു വാർത്ത കൊടുത്തു. മറ്റുള്ളവരെല്ലാം തമസ്കരിച്ചപ്പോഴും നികേഷ് അതിന് ധൈര്യം കാണിച്ചു എന്നായിരുന്നു. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ നികേഷിനെ ആസ് എ പിന്നെ എഡിറ്റോറിയൽ ഹെഡ്, എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും നികേഷിനാണ് അതിന് ഉത്തരവാദിത്തം. പക്ഷെ അന്ന് ഡെസ്കിൽ ഉണ്ടായിരുന്ന ആള് പിന്നെ ചന്ദ്രശേഖറും പ്രമോദ് ഡെസ്കിലുണ്ട്. ബഷീർ അവിടുന്ന് ഈ സാധനം അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ പോയി ഉടനെ ഞാൻ ഓഫീസിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം നമുക്കറിയാലോ അതിന്റെ വാർത്തന്റെ ഇമ്പാക്ട് എന്താവും എന്നുള്ള അറിയാം. അതൊരു പുതിയ സംഭവമല്ല. കുറച്ചു കാലം മുന്നേ വലിയ രാഷ്ട്രീയ ഇന്ത്യ വിഷൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ 96 വലിയ വിഷയമായി നിന്നത്. ഇന്ത്യ വിഷൻ തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും കൊടുമ്പിരി കൊണ്ട പ്രശ്നമായിരുന്നു. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. അതെ. എനിക്ക് ആ വിഷയം അറിയാലോ. A to Z എനിക്ക് അറിയാം. ഞാൻ നാൾ വഴികളും അറിയാം, എല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംഭവം വന്നപ്പോ ഞാൻ ഉടനെ വീട്ടിൽ നിന്ന് പിന്നെന്താ പറയുക നോമ്പോർക്കാതെ ഞാൻ അപ്പൊ തന്നെ തിരിച്ച് ഞാൻ അവിടെ വരുന്നു. അവിടെ വന്നപ്പോൾ തന്നെ എന്നോട് ആദ്യം പ്രമോദ് എന്നോട് ചോദിക്കുന്ന ചോദ്യം അതാണ്, നിങ്ങൾക്ക് ഈ പോകുന്ന വാർത്ത നിങ്ങൾ കണ്ടോ? ഞാൻ പറഞ്ഞത് കണ്ടിട്ടാണ് ഞാൻ. അതിന്റെ ഇമ്പാക്ട് അറിയാം. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഇമ്പാക്ട് അറിയാം. അതുകൊണ്ട് അത് പിന്നെ വേറെ രീതിയിൽ പോകരുത് എന്നുള്ളത് കൊണ്ട് പിന്നെന്താ പറയാ നമ്മളവിടെ ഉണ്ട്. അപ്പൊ ഈ വാർത്ത ആരെങ്കിലും പിന്നെന്താ പറയാ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചാൽ വാർത്ത വന്നതിന് ശേഷം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മുനീർ സാഹിബ് അറിയില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് ഈ വാർത്ത വന്ന സമയത്ത് ഞാൻ മുനീർ സാറിനെ വിളിക്കുന്നുണ്ട്. മൂപ്പരെ ഫോണിൽ കിട്ടുന്നില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മൂപ്പരെ ഗൺമാൻ ഫോൺ എടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു സാർ എവിടെയാണുള്ളത്? സാറ് നോമ്പുറക്കാൻ പോയത് തിരുവനന്തപുരത്ത് ഏതോ വീട്ടില് നോമ്പുറക്കാൻ പോയതാണ്, ഗസ്റ്റായിട്ട് ഇഫ്താർ പാർട്ടിക്ക് പോയതാണ്. അപ്പൊ അതുകൊണ്ട് ഫോണില്ല, സാറ് അകത്താളുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ അർജന്റായിട്ടൊരു കാര്യമുണ്ട്, തിരിച്ചു വിളിക്കാൻ പറ. സാർ ഈ വിവരമേ അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ സാധനം വരുന്നു. അപ്പോഴത്തേക്ക് പിന്നെന്താ പറയാ നിരന്തരം കോളുകൾ വരുന്നു. പിന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് പിന്നെന്താ പറയാ അതിന്റെ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കുന്നു. പുള്ളി ഇവിടെ ഇല്ലല്ലോ, വിദേശം കണ്ടല്ലോ. അല്ല, പുള്ളിയും ഫോൺ കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മുൻ സാഹിബ് വിളിക്കുന്നു. അപ്പോൾ അതിന്റെ ഇടയിലുണ്ടായിരുന്നു വെച്ചാൽ നികേഷ് അന്ന് നമ്മളൊരു കുരുക്ഷേത്രം എന്ന് പറഞ്ഞ പരിപാടി, ഇലക്ഷന്റെ പ്രോഗ്രാം. ആ കുരുക്ഷേത്രം എന്ന് പറഞ്ഞ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിൽ. അപ്പൊ ആ സമയത്ത് ഈ സംഗതി സ്വാഭാവികമായിട്ടും പിന്നെ ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ പ്രമോദോ വിളിച്ച് പറയുമല്ലോ. നികേഷിനെ വിളിക്കുന്നു, അങ്ങനെ വാർത്ത പോകുന്നുണ്ട്,
അപ്പോൾ നികേഷ് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്നത്. നികേഷ് എന്നിട്ട് വരുന്ന വഴി അവിടെ ഏതൊരു വീട്ടിൽ കയറി ആ വാർത്ത കാണുന്നു. എന്നിട്ട് നികേഷ് അതിൻ്റെ ബാക്കി ഇത് എങ്ങനെ കട്ട് ചെയ്യണം, ഏതൊക്കെ എന്തായിരിക്കണം അതിന് എന്നുള്ളതൊക്കെ പിന്നീട് നികേഷ് പിന്നെ ആ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. മുനീർ സാഹിബ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് മുനീർ സാഹിബിൻ്റെ ചെവിയിൽ എന്നെ വിളിക്കുന്നത്, നീ എന്താ വിളിച്ചത്, എന്താ സംഭവം, ഇങ്ങനെ ഒരു വാർത്ത എന്തോ പോകുന്നുണ്ട്, ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു റെജീനൻ്റെ ഒരു സാധനം ഇപ്പോൾ പോയിട്ടുണ്ട്, എയറിലുണ്ട്. അവൻ പിന്നെ ഞാൻ ചോദിച്ചു നമ്മൾ പിന്നെ എന്താ പറയുക കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ റെസ്പോൺസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അന്ന് ഇന്ത്യ വിഷൻ്റെ ഒരു നയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെതിരെ നമ്മൾ വാർത്ത കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അയാളുടെ വെർഷനും കൂടെ കൊടുത്തിട്ട് വേണം ആ വാർത്ത കൊടുക്കാൻ. അല്ലാതെ പിന്നെ അയാൾക്ക് ഏകപക്ഷീയമാവരുത് എന്നുള്ളത് നമ്മൾ പിന്നെന്താ ആളെ സെലക്ട് ചെയ്ത ക്ലാസ് മുതൽ മുനീർ സാഹിബ് നമ്മളുടെ സ്റ്റാഫിന് കൊടുത്തിട്ടുള്ള ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷനാണ്. നിങ്ങൾ എന്ത് വാർത്ത വേണമെങ്കിലും കൊടുത്തോളൂ, എനിക്കെതിരെ വാർത്ത കൊടുത്തോളൂ, ഒന്നും പ്രശ്നമില്ല, പക്ഷേ എന്നെയും കൂടി കേൾക്കാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഫസ്റ്റ് പിന്നെ അറ്റംപ്റ്റ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ലൈനിൽ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ കിട്ടിയില്ല. അങ്ങനെ അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അന്നത്തെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് പിന്നെ കൊല്ലം, ഒരു എന്താണ് കൊല്ലത്തുകാരന് ഒരു സെക്രട്ടറി, പുള്ളിയെ വിളിക്കുന്നു. അപ്പോൾ പുള്ളിയാണ് പറയുന്നത് സാറ് വിദേശത്തേക്ക് പോവാണ്, ബോംബെയിലാണ്. അതായത് ബോംബെ ഫ്ലൈറ്റിന് കയറിയിട്ടുണ്ട്, ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ എയർപോർട്ടിലിറങ്ങും. അപ്പം ഞാൻ വിളിച്ചോളാം, എന്താ റിയാക്ഷൻ എന്ന്. അപ്പോൾ പിന്നെ ഈ വാർത്ത പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഫ്ലൈറ്റിലാണ്. ഇവരുടെ ഇറങ്ങുമ്പോഴത്തേക്ക് പുള്ളിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യന്മാർ ഇന്ത്യ വിഷനിലെ ടെക്നീഷ്യന്മാർ എന്ന് പറയുന്നത് എന്താ പറയുക, അവരുടെ എഫേർട്ട് അതിഭീകരം. തിരിച്ചറിയാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എല്ലാ കാര്യങ്ങളും കൂട്ടായി ചെയ്യുന്നതിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർ പിന്നെ അതിനിടയിൽ മറ്റു തരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ വൈകിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ലോകത്ത് ആദ്യമായിട്ടല്ലേ ന്യൂസ് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ വാർത്ത അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത്. സാറേ 100% കൺഫേംഡ് ആണ്, അത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്നാണ് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം, സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ടത്. അതാണ് ഇന്ത്യ വിഷനും ഇന്ത്യ വിഷൻ്റെ റിപ്പോർട്ടറും തമ്മിലുള്ള ബന്ധം. മലയാളികൾ ഒരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അത് ഒട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയല്ല. ഇപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാളെയും കൂട്ടി നിങ്ങളൊരു ചായക്കട നടത്തുകയാണെന്നുണ്ടെങ്കിൽ 3-ാം ദിവസം നിങ്ങൾ കൂട്ടിയ ആൾ നിങ്ങൾ തൊട്ടടുത്തൊരു കട തുടങ്ങും, മനസ്സിലല്ലേ? എന്നിട്ട് നിങ്ങൾ പിന്നെ ചെയ്ത അതേ സാധനം അതേ പാറ്റേണിൽ ചെയ്യും, നിങ്ങളെക്കാൾ ₹1 കുറച്ച് കൊടുക്കും.